ഡോളറിന്റെ വില അറിഞ്ഞ നീ ഇന്നത്തെ? അയ്യോ ഇല്ല. 58 രൂപ ഡോളറിന്റെ വില. നിങ്ങൾക്ക് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ല പിന്നെ അന്താരാഷ്ട്ര കാര്യത്തിനെ പറ്റി ചിന്തിക്കാം. നീ ഇവിടെ വന്ന് കിടക്കണ എന്തിനു? പിന്നെ നമ്മള് പൈസ സമ്പാദിക്കാനല്ലേ വന്ന് കിടക്കണം. അപ്പൊ പിന്നെ ഇത് ആലോചിക്കാതെ പിന്നെ എന്തോന്ന് പിന്നെ എന്നും പറഞ്ഞ് ഇത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്? എപ്പോഴും അല്ലല്ലോ നോക്കണത്. ദിവസത്തിൽ 2-3 തവണ നോക്കാം. അതെന്തോ വലിയ കാര്യവും. അതൊക്കെ പോട്ട്. നിങ്ങൾ നാട്ടിൽ പോണ എന്തായി? നാട്ടില് ഞാൻ അടുത്ത ആഴ്ച രണ്ടാഴ്ചത്തേക്ക് പോകണം. ഒരു മാസത്തേക്ക് പോയി നിന്നിട്ട് വരാതെ 2 ആഴ്ച ആക്കുന്നതിന്? ഒരു വർഷം കൂടിയിട്ട് പോകുന്നതല്ലേ? അല്ല, കാര്യം എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഈ ലീവ് സറണ്ടർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഇവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങനെ പോവാൻ ഇവന്മാര് പറയണമെങ്കിൽ നമുക്ക് ഈ ലീവ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എൻകാഷ് ചെയ്തുകൊണ്ട് പോകും. നമ്മളെന്തിനു വെറുതെ പൈസ കളഞ്ഞിട്ട് പോണത്? 2 ആഴ്ച മതി, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ 2 ആഴ്ച ആകുമ്പോഴുണ്ടല്ലോ ഈ മറ്റേ വിസിറ്റുകൾ അങ്ങനത്തെ സംഗതികളൊക്കെ നമുക്ക് അങ്ങ് ചുരുക്കാം. അപ്പൊ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ആഴ്ച പോയെന്നു ആയി. അത് പറ. ആർക്കും 5 പൈസ കൊടുക്കുകയും വേണ്ട, വലിയ ചെലവുമില്ല. അതല്ല കാര്യം. നീ എന്തോന്ന് ഒരുമാതിരി സംസാരിക്കുന്നത്? മനസ്സിലായി. നമ്മളിവിടെ വന്ന് കിടക്കണം, ചോര നീരാക്കി കഷ്ടപ്പെടണൊക്കെ എന്തിന്? ഇത്തിരി പൈസ മിച്ചം പിടിക്കാനായിട്ട് ഇല്ലേ? നമ്മൾ ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നിനക്കൊന്നും അതിന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എല്ലാം മനസ്സിലായി. നീ കൂടുതൽ സംസാരിക്കണ്ട, ഉണ്ടായി ഇവിടെ. അത് തന്നെ. എന്തോന്നിടത്? വണ്ടി ഒന്ന് ചവിട്ടി വിടേ. വണ്ടിക്ക് നോവോ? ഇത്ര തിടുക്കൊന്നും, എന്തോന്ന് ഇത്ര ധൃതി? ചെന്നിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്. എന്തോന്നാണ് ഇത്ര കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചവിട്ടി വിട്. ഉറക്കവും ഫ്രണ്ടിൽ വണ്ടി കിടക്കണ കണ്ടൂടെ? എന്തോന്ന് സമാധാനപ്പെട്. എന്തോന്ന് ആക്രാന്തം കാണിക്കുന്നത്? ഉറക്കവും വരുന്നില്ല, ആകെ ടെൻഷൻ. നീ വണ്ടി ഒന്ന് ചവിട്ടി വിടേ. ഇത്ര തിടുക്കം? വണ്ടി ഓടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അവസാനം ടിക്കറ്റ് കിട്ടിയ എല്ലാം കൂടെ ട്രാക്കർ ഇട്ടേക്കണം. എന്നാ ഓക്കെ. അയ്യോ, ടിക്കറ്റ് കിട്ടുന്ന പൈസ ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതും പറ്റൂല. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. പിന്നെ അവിടെ മിണ്ടായിരുന്നു. എന്നാ ഞാൻ ഓടിക്കാം, നീ മാറ്. എന്നാ ബാക്കി ഓടിക്ക്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് പറ, നമുക്ക് സമാധാനം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് സമാധാനം ഉണ്ടാക്കാം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അങ്ങനെ വണ്ടി ഓടി അവിടെ എത്തണ്ടേ? എന്തോന്ന് ഇത്? ഇത്തിരി സമാധാനപ്പെട്. പ്രോജക്ടിന്റെ കാര്യം ഇരിക്കും. ഇതൊക്കെ ആഫീസിൽ നിന്ന് ചെയ്തിട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും 24 മണിക്കൂർ അതിനെ പറ്റി ചിന്തിച്ചു. അത് തന്നെ. അതെങ്ങനെ ആഫീസിൽ പോയ ജോലി ചെയ്യാൻ സമയമില്ലല്ലോ. ആരെങ്കിലും വായി നോക്കിക്കൊണ്ടിരിക്കില്ലല്ലേ പണി. ഒരു മുറി തുറക്കും. പരിപാടികളും ഒക്കെയാണ് മുഖ്യ ചർച്ചകൾ. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ. എന്റെ ഫിലിമിൽ തന്നെ ഞാൻ വിചാരിക്കായിരുന്നു ഇത് ആരായതെന്ന്. പിന്നെ എങ്ങനെ മനസ്സിലായതെന്നറിയോ? കൈ കൊടുത്തല്ലേ? ശരി, മുകളിൽ കൈ ഉണ്ടല്ലേ? എന്തൊക്കെ പക്ഷെ സന്തോഷ് പണിക്ക് പോയതിനു ശേഷം എല്ലാ ദിവസവും ഈ വീട്ടിൽ സന്തോഷ് പണിക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. റോസിന്റെ ആ ഒരു പ്രശ്നം പുറത്ത് രൂക്ഷമാണ്. എത്ര വർഷമായി പറയുന്നു? എത്ര വർഷമായി? നിനക്കൊന്നും ഒരു ജോലി ഇല്ലേ? വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ, ഈ പരിപാടി തന്നെ, ഈ ഫുൾ ടൈം ഇത് കണ്ടോണ്ടിരിക്കുന്നത്. ഒരു പണിയില്ല. എന്തൊരു ഏകാഗ്രത നോക്കും എല്ലാത്തിനും. വേണമെങ്കിൽ കണ്ടിട്ട് പോയാ മതി. ആരും നിർബന്ധിച്ചൊന്നുമില്ലല്ലോ ഇത് നിങ്ങൾ കാണാൻ വേണ്ടി. വേണമെങ്കിൽ കണ്ടാ മതി. എന്തിനാ വെറുതെ സമയം കളയണ? ഹൈലൈറ്റ്സ് കണ്ടാ പോരെ? വേണമെങ്കിൽ വന്നിരുന്ന് കാണും. പിന്നെ കണ്ടുകളാ. മുകളിലത്തെ പൂതന ഒരു ലെറ്റർ കൊണ്ടുപോകും. നോക്ക്.
ഡോറിൽ ഒട്ടിച്ചിരുന്നതാ. എന്താണ് സംഗതി? കണ്ടോ ദേ, ഇവന് കിട്ടിയതാ. ലെറ്റർ ലെറ്റർ വായിച്ചു നോക്കൂ, കൊറേ ഉണ്ട്. എനിക്ക് തന്നെ വേണം. ഡിയർ മിസ്റ്റർ ടെനന്റ്. ടെനന്റ് എന്ന് പറഞ്ഞ അത് 10 കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ആൻഡാ. എന്തോ ഈ ഡിയർ മിസ്റ്റർ ടെനന്റ്, വൈ ആർ യു ഇൻഫ്ലിക്റ്റിംഗ് മീ വിത്ത് യുവർ ഡിസ്ഗസ്റ്റിംഗ് സ്മോക്കിംഗ് ഹാബിറ്റ്? Your cigarette smoking is coming up through my window. I am working full time 24/7 and your cigarette smoking is causing me problem. So if you have to smoke, please do it away from building 14. നമ്മൾ ബിൽഡിംഗ് 14 ലാണ്. 14 ഇത് തന്നെ. A copy of this letter is also forwarded to the apartment office. In case you do not comply to this request, I will ask the rental agency to take necessary action. If you love me also, I love if you. ഇങ്ങനെ ആ പൂതനയ്ക്ക് വേറെ പണിയില്ല. അങ്ങനെയൊന്നും നമ്മുടെ അഗ്രിമെന്റിൽ എഴുതിയിട്ടൊന്നുമില്ല. അളിയ നീ ഒന്നും കൊണ്ടും പേടിക്കരുത്. ഇങ്ങനെ നമ്മളിവിടെ ടാക്സ് ഒക്കെ കൊടുത്ത് ജീവിക്കുന്നവരാണ്. ശമ്പളം കൊടുക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ടാക്സ് നമ്മളും കൊടുക്കുന്നത്, റെന്റും കൊടുക്കുന്നത്. അവളിങ്ങനെ വളരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമായ ഇറക്കി വിടും. അതുകൊണ്ട് അളിയ നീ ദയവ് ചെയ്ത് ഇവിടെ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന്. അല്ല എന്താ ഞാൻ പറഞ്ഞേ, നീ ദയവ് ചെയ്ത് ഇവിടെ സിഗരറ്റ് കാര്യം അവളങ്ങനെയൊക്കെ നമ്മൾ മൈൻഡിന്റെ കാര്യമൊന്നുമില്ല. പക്ഷെ നീ വലിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇത്തിരി മാറി നിന്ന് വലിക്കണം. കാര്യം വെച്ചാലേ അതിപ്പോ ഞാൻ അപ്പുറത്തെ വീട്ടിൽ അല്ല ഞാൻ പറയുന്നത് കാര്യം ഈ എങ്ങനെ പറഞ്ഞ ഫൈനൊക്കെ ഇല്ലേ, അത് നമ്മൾ ഷെയർ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നീ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ വലിക്കുന്നില്ല. ഒന്നും വിചാരിക്കരുത്. പക്ഷെ ഭയങ്കര മോശം തന്നെ ഇത്. പിന്നല്ല നീ കുറച്ച് പറഞ്ഞത് ശരിയാണ്, കുറച്ച് മാറി നിന്ന് വലിച്ചു. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് പറഞ്ഞൊന്നും അല്ല പ്രശ്നം. പ്രശ്നം ഇപ്പൊ ഈ ഫൈൻ വന്നു കഴിഞ്ഞാൽ നമ്മള് പ്രശ്നം 57 രൂപയാണ് ഡോളറിന്. അതാണ് $1 ലിറ്റർ കിട്ടട്ടെ. അത് വലിക്കും, കുഴപ്പമില്ല. നീ വലി നക്കി ഷിബു പോയത് നന്നായി. ഇത്ര 2 ആഴ്ചത്തേക്കല്ലേ ഞാൻ പോയത്? 2 ആഴ്ച. അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് $1 57 രൂപ എക്സ്ചേഞ്ച് റേറ്റ്. ഡോളർ എക്സ്ചേഞ്ച് റേറ്റ് ട്രാക്കർ ഇതേ ഉള്ളൂ. ഇത് വല്ല 40 രൂപയായിരുന്നെങ്കിൽ ഇവനൊക്കെ എന്ത് പറയായിരുന്നോ? ഇത് എങ്ങനെ നടന്നു പോയി കാണും. വണ്ടി വിളിക്കാൻ തരവില്ല. നടന്നു പോയി കാണും. ഞാൻ കൂടെ എന്റെ അടുത്ത് ചോദിച്ചൊന്നുമില്ല, ഞാൻ അങ്ങോട്ടൊന്നും പറയാനും പോയില്ല. എന്നിട്ട് അവിടെ ചെയ്യണ് വല്ലതും നടക്കോ? കൊറേ കാലായി അവൻ ലാപ്ടോപ്പ് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അത് കരിഞ്ഞു പോയിരുന്നിട്ടാ. ഈ കൂട്ടാൻ ഉണ്ടാക്കണതും ലാപ്ടോപ്പ് ഉണ്ടാക്കണതും രണ്ടും രണ്ടാവണം. വല്ല സാധനം ഇരിക്കണ്ട. ആ ഷിബു വല്ലയിടത്തും വല്ലതും ഒളിപ്പിച്ച് വെച്ചണ്ടാ. ഒരു പിടിയില്ല, ഒളിപ്പിച്ച് എവിടെയൊക്കെ നോക്ക്. ഇതിന്റെ ഉള്ളില് കാലിക്കുപ്പി ആർക്ക് കാണാനുള്ള ഇങ്ങനെടയിൽ നോക്കൂ. ഞാൻ നോക്കും. അവിടെ ഇല്ലല്ലേ? വല്ല അരിപ്പെട്ടിയുടെ ഉള്ളില, മസാലയുടെ ഉള്ളില ഈ നമ്പറിലൊക്കെയുള്ള പെട്ടി വല്ല ഉണ്ടാ? അങ്ങനെ വല്ലതോടത്തൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും കാണും. അരി എവിടെ ഇരിക്കണം? അതെ, അരിയുടെ പിന്നിലുണ്ട്. അതെ, അമ്പടാ അമ്പ ക്ലാസ് 2 ഇപ്പുണ്ടാ. അവന്റെ അളവൊക്കെ കാണും. അതുണ്ടാവും. അളവ നമുക്ക് പറയാം. ഇത് എടുത്തു എന്ന് പറയാം. എടുത്തെന്ന് പറഞ്ഞാ പോരെ. ഇത് ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം. എന്തിനടേ ഈ ഷിബു ഇയാളെടുത്തതിന്റെ പിന്നി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അരിയുടെ പിന്നിലൊക്കെ ആരെങ്കിലും എടുത്തു വെക്കൂ. ഞാൻ വിചാരിച്ചു ക്ലോസറ്റിനകത്തോലെ അയാള് മിക്കവാറും ഫ്ലഷിൽ വെക്കും. എന്റെ പ്രോട്ടീൻ പൗഡർ കണ്ടായിരുന്നു. എന്ത് പൗഡർ? പ്രോട്ടീൻ പൗഡർ ഇന്നലെ തൊട്ട് അത് കാണുന്നില്ല. അവിടെ കൂടെ പൗഡർ ഉണ്ട്. എവിടെ? അവിടെ കൂടെ ഞാൻ തമാശ പറഞ്ഞല്ല, എന്റെ പ്രോട്ടീൻ പൗഡർ ഇന്നലെ തൊട്ട് കാണുന്നില്ല. ഈ ഞങ്ങളെ എന്നെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നുണ്ടായി പ്രോട്ടീൻ പൗഡർ ഞാൻ എടുക്കുന്നു. ഇവിടെ ഒരു തുള്ളി മദ്യം കഴിക്കാനില്ല, അപ്പോഴാണ് എന്റെ പ്രോട്ടീൻ പൗഡർ. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിച്ചൂടെ? പിന്നെ ഇറച്ചി കച്ചവടം നിനക്ക് എന്താടേ? വേറെ പണിയൊന്നുമില്ലേ? എടേ മറ്റേ ട്രാഷ് ഷിബു എപ്പോ വരും? ഞാൻ ഈ കണക്കൊക്കെ എഴുതി വെക്കിട്ട്, അല്ലെങ്കിൽ
അയാൾ വരുമ്പോ പിന്നെ ഓരോ അതെന്തായി ഇതെന്തായി ഓരോന്നും ചോദിക്കും. എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ അയാളപ്പോ വരുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ട്രാഷ് വിളിക്കുന്ന അയാള് പണ്ട് ട്രാഷിൽ നിർത്ത സാധനങ്ങളൊക്കെ അല്ലേ മറച്ചു വെച്ച് ടി വി കാണാത്ത ടി വി ഒക്കെ പിള്ളേർക്ക് കൊടുത്ത് വിറ്റ് കാശൊക്കെ വാങ്ങിയത്. അത്ര വെച്ചാണ് ഇയാള് വരുന്ന ഫ്ലൈറ്റിന്റെ നോക്കിക്കോ. അയാൾ മിക്കവാറും വല്ല കൂപ്പണിൽ വരുന്ന ഫ്ലൈറ്റും പകുതി ഫ്ലൈറ്റ് കൊടുത്താൽ കിട്ടുന്ന 2 രൂപ കൂപ്പൺ ഉണ്ടെങ്കിൽ വരും. ആ ട്രാഷ് ഫ്ലൈറ്റിലായിരിക്കും. സൈഡിലിരുന്ന മറ്റേ ചിറകിലിരുന്നൊക്കെ വരാൻ പറ്റുന്ന വല്ലതിലൊക്കെ ആയിരിക്കും. മറ്റേ ക്ലീഡർ സൈഡിലൊക്കെ ഇരിക്കില്ലേ അതുപോലെ. സമ്മതിക്കുമോ? ചിലപ്പോ ഈ അതുപോലത്തെ വല്ല ട്രാഷ് ഫ്ലൈറ്റ് ഒക്കെ കാണുമായിരിക്കും. അവനെ വിളിക്കാൻ ആരെങ്കിലും എയർപോർട്ട് വിളിക്കാൻ പോകുമ്പോൾ വിളിച്ച് പറയുകയോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ആ ഫോണിന്റെ കാശ് ചെലവാക്കൂ. പിന്നെ ആ കാശ് പോവല്ലോ. ഈ കറണ്ട് ബില്ലിന്റെ ഒക്കെ ഇനി നോക്കിക്കോട്ടെ. എല്ലാവരും ഇനി എത്ര ഇതാക്കി എത്ര പ്രാവശ്യം ഫ്ലഷ് ചെയ്തു എന്നൊക്കെയുള്ള കഥ ഇയാള് ചോദിക്കും. നോക്കിക്കോ. കറണ്ടിന്റെ ഡെയിലി വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്നുമില്ല. എന്നാലും എല്ലാരും ഓർത്തിരുന്നോ, പണി കിട്ടും. ആരോ ഒന്ന് വെല്ലടിക്കുന്നു. ഷിബു ആയിരിക്കും. എനിക്ക് കുറെ പണി ചുമ്മാ നീ പോയി നോക്കുന്നു. നീ ആ സൈഡിൽ ഇരിക്കല്ലേ, പോയിട്ടോ. ഈ വഴിക്ക് പോയാലും അയാളൊക്കെ തുറക്കാൻ പറ്റും. പോയിട്ട് വാടേ. ഷിബു ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വന്ന് ആരും ഒന്നും വിളിക്കാൻ വരാത്തത് എയർപോർട്ടില്? പറഞ്ഞില്ല ഒന്ന് വരുന്ന കാര്യമൊന്നും എന്ന് പോയി എന്ന് വരും. നിങ്ങൾ വല്ല കൂപ്പണൊക്കെ വെച്ച് വരും നീ വിചാരിച്ചു. ഞാൻ മെയിൽ അയച്ചിരുന്നു എല്ലാവർക്കും എപ്പോ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഇത്ര നേരം കാത്തിരുന്നു അറിയാം. ഏത് ഫ്ലൈറ്റിനാണ് വരുന്നത് ആരറിഞ്ഞു? ഞാൻ മെയിൽ അയച്ചിരുന്നു നിനക്കൊക്കെ വിളിച്ചത്. ഏതായാലും വാ കയറി. ഇതില്ല എന്റെ അമ്മ അമ്മിക്കുഴയോ ഞാൻ എടുത്തോളാം. നീ വിട് കൈ ഞാൻ എടുത്തോളാം. എന്തൊക്കെ കൊണ്ടുവന്നുണ്ട്? എന്തോ ഒരു മൈൻഡ് ഇല്ലാത്ത നമ്മള് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കമ്പ്യൂട്ടർ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. ഫേസ്ബുക്ക് ആയിരിക്കും. എന്നിട്ട് നല്ല വിഷം ഉണ്ടാ നിന്റെ മസിൽ പെരുപ്പിയിലൊക്കെ എങ്ങനെ പോണു? കൊള്ളാമോ? നടന്നാ കൊള്ളാം. മറ്റന്മാർക്ക് എവിടെ പോയി? നമ്മുടെ ഷിബു പ്രശ്നങ്ങളൊക്കെ തന്നെ എന്തോന്നാല് ഇവിടെ ഉണ്ടായിരുന്ന പെട്ടെന്ന് പോയോ? രണ്ടാഴ്ച കിട്ടിയുള്ളൂ. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഈ അച്ചപ്പം, പിന്നെ മുറുക്ക്, ചിപ്സ്, കൊഴലപ്പം, പിന്നെ അമ്മ കുറച്ച് മീനച്ചാറ് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ പ്രശ്നം എന്തിനു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഫ്ലൈറ്റ് ന്യൂയോർക്കിൽ നിന്ന് സിയാറ്റിൽ വരെയുള്ള ഫ്ലൈറ്റ് മറ്റേ ഫ്ലൈറ്റ് ആണ് ഡൊമസ്റ്റിക്. അപ്പൊ അമ്മമാര് 6 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. ഇപ്പൊ ഇവന്മാര് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് തരില്ല. അതുകൊണ്ട് അല്ല ഫുഡ് അപ്പൊ നമ്മള് മറ്റേ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അല്ലേ കേള്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് $5 $6 ഒരു ബർഗറിന് 6 മണിക്കൂർ യാത്ര ഉണ്ട്. കുറെ നേരം ഞാൻ കടിച്ചു പിടിച്ചിരുന്നു. ഫ്രീ ആയിട്ടൊന്നും കിട്ടിയില്ലേ? ഫ്രീ ആയിട്ട് അവര് കപ്പലണ്ടി തന്നേ. പക്ഷെ രണ്ടാമത് ചോദിച്ചിട്ട് തന്നില്ല അവര്. പണ്ട് തരുമായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു. വൈകുന്നേരം വെള്ളമൊക്കെ അടിക്കുമ്പോഴത്തേക്ക് കുറയ്ക്കാൻ. ഇപ്രാവശ്യം അവര് തന്നില്ല. അവര് ഒരു പാക്കറ്റ് തന്നോളൂ. അങ്ങോട്ട് പോയപ്പോഴും വാങ്ങിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ തിന്നു. എല്ലാം അതുകൊണ്ട് എല്ലാം അല്ല കുറച്ചുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഇത്തിരി ബാക്കിയുണ്ട്. മുഴുവൻ ഇല്ല. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്തിനു പോയത്? അത് പറഞ്ഞ ഇവിടെ എന്തൊരു ഇങ്ങനെ വിശേഷങ്ങളൊക്കെ തന്നെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചോണ്ടാണ് വന്നത്. ഈ അപ്പം എന്തെന്ന് ഇത് നമ്മുടെ ബില്ലുകള് ഇതിന്റെ അകത്ത് തന്നെ മയ്യത്താവും കേട്ടോ. കമ്പ്യൂട്ടറിന്റെ ബില്ല് ബില്ലുകളൊക്കെ വന്നാ എല്ലാം വെള്ളം, കറണ്ട്, വെള്ളം, പിന്നെ ഗ്യാസ്, പെട്രോള്, കേബിള്, ഇന്റർനെറ്റ്. എങ്ങനെയുണ്ട് പ്രാവശ്യം? കുറഞ്ഞല്ലേ പ്രാവശ്യം? കുറഞ്ഞല്ലേ? കുറഞ്ഞില്ലേ? പിന്നെ നന്നായിട്ട് 2 രൂപ കുറഞ്ഞു. ശരി. $2. ഈ കറണ്ട് ബില്ലൊക്കെ എത്ര വന്നു? 164. ഒരു 164 59 പൈസ.
164 ഇപ്പോഴും തന്നെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം 168 2 രൂപ ഒരാള് കുറവല്ലായിരുന്നു ഈ മാസം. അതുകൊണ്ട് അപ്പൊ കുറവുണ്ട്. ഇത്രയും എന്തെങ്കിലും വ്യത്യാസം. ഈ ലൈറ്റ് ഒക്കെ ഒരാൾ കുറവുള്ളത് ഞാൻ ഉദ്ദേശിച്ച എന്റെ മുറിയിലെ ലൈറ്റ് ഇപ്പൊ ഞാൻ 2 ആഴ്ച ഇടാറില്ലായിരുന്നല്ലോ. അപ്പൊ അവിടത്തെ കറണ്ട് കുറയണമല്ലോ. പിന്നെ വെള്ളം ഞാൻ കുളിക്കണില്ല. അപ്പം വെള്ളത്തിന്റെ ഇത് കുറച്ച് കുറയണമല്ലോ. നിങ്ങൾ പോയോണ്ട് ഞങ്ങൾ ആരും കുളിക്കാതെയും അങ്ങനെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഞാൻ അത് ഉപയോഗിക്കണില്ലല്ലോ. നമുക്ക് നോക്കാം. ബില്ല് നോക്കാം. ബില്ല് വന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയണ്ട. ഞാൻ ചോദിച്ചതാണ്. എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് എനിക്ക് ഇത് തന്നെയായിരുന്നു ചിന്ത. ഈ ബില്ലുകളൊക്കെ എന്തൊക്കെ എല്ലാം ട്രാക്കറിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഒന്നും വിട്ടൊന്നും പോയിട്ടില്ല. അല്ല അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ എന്റെ മുറിയിൽ 2 ലൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ ആ 2 ലൈറ്റ് ഭയങ്കര ഹൈ വാട്ട് ലൈറ്റ് ആണല്ലോ. അപ്പൊ അത് ഇട്ടില്ലെങ്കിൽ കാര്യമായിട്ട് കുറയേണ്ടതാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു അപ്പൊ നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. നാളെ നമുക്ക് അപ്പാർട്ട്മെന്റ് ഹൗസിൽ പോയി ചോദിക്കാം. പിന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്യണം. പിന്നെ 57 രൂപ നിങ്ങൾക്ക് അറിയണോ എന്തൊരു വിലയെന്ന് അറിയുമോ? നിങ്ങള് 2 ആഴ്ച ഇല്ലെന്നുള്ളത് നമുക്ക് പറയാം. ചിലപ്പോ കുറഞ്ഞു കിട്ടും. അത് അങ്ങനെ കുറയ്ക്കും. ചില സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ടെനൻസിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ വാടക കുറച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ടെന്ന് നമുക്ക് ചോദിച്ചു. സ്റ്റേറ്റ് മാറ്റാൻ പറഞ്ഞാലും അത് നീ എന്തൊരു കിളത്താണ് എന്നെ. ഞാനിവിടെ ന്യായങ്ങൾ പറയുമ്പോഴത്തേക്കും നീ എന്ത് കിളത്താണ്. അങ്ങനെ പോയിട്ട് വന്ന സമയത്ത് നമുക്ക് നോക്കാം. പറ്റൊന്നുമില്ല. നമ്മൾ ഈ സ്റ്റേറ്റിൽ തന്നെയായിരുന്നു. നിങ്ങൾ ഈ സ്റ്റേറ്റ് വന്നല്ലേ ഇറങ്ങിയത്. വേറെ എന്തോന്നുണ്ട് വിശേഷം? ഇപ്രാവശ്യം വല്ല ഹൈക്കോലും കിട്ടും. ഇപ്പൊ കിട്ടും. നോക്കിയിരുന്നാൽ മതി. ഇപ്പൊ കിട്ടുന്നുണ്ടോ? അതില് എന്തൊക്കെയോ നാട്ടില് ഭയങ്കര ഹൈക്ക്. എല്ലാവരും ഭയങ്കര ഹൈക്ക്. അത് ഇപ്പൊ കിട്ടും. ഡോക്ടർ യൂസ് ചെയ്യില്ല. അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ യൂസ് ചെയ്യണം. അതിനിപ്പോ വന്നേ ഉള്ളൂ. ഇപ്പൊ നോക്കിയോ? നോക്കിയോ? ഞാൻ ചോദിച്ചൊരുത്തന്മാര് പറഞ്ഞു തന്നില്ല എനിക്ക്. എന്തായാലും കുളി വന്ന് ചുമ്മാ 1 മണിക്കൂറിനകത്ത് എല്ലാം സെറ്റപ്പ് ആകും. എല്ലാം നമുക്ക് ശരിയാക്കും. പിന്നെ വേറെ എന്തൊന്നുണ്ട് വിശേഷം? ബാക്കി മദ്യപാനമൊക്കെ എങ്ങനെയാ പോണു? നന്നായിട്ട് പോകണ്ട. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എന്തോന്നു? മദ്യം. അപ്പൊ ഞാനൊരു 2 എണ്ണം എടുത്ത് നിങ്ങൾ ആ അരിയുടെ പിന്നിൽ എടുത്തു വെച്ചിരുന്നില്ലേ? അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചതൊന്നുമല്ല. അരി മാറ്റിയപ്പോ വേറെ ഒന്നും കണ്ടില്ല. അപ്പൊ പിന്നെ അരി എടുത്തപ്പോ അതിന്റെ പിന്നിൽ കണ്ടപ്പോ അത് കണ്ടല്ലേ? അത് കണ്ട് അത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഞാൻ ഈ ഒരു ദിവസം ചോറുണ്ടാക്കാനായിട്ട് ഇന്ന സമയത്ത് എനിക്ക് അടിക്കണമെന്ന് തോന്നി. അപ്പം ഈ കയ്യിൽ ഒരു കുപ്പിയില് കുപ്പിയും ഒരു കയ്യിൽ അരിയൊക്കെ ഇരുന്ന് അപ്പൊ അതങ്ങനെ ഒരു സ്ഥലത്ത് അതെടുത്തിട്ട് ഞാനൊരു 2 എണ്ണം അടിച്ച്. അതിനിപ്പോ എത്ര പറയാനെന്തോന്ന് ഇരിക്കുന്നത്? പറയണ്ട വല്ല കാര്യം. നിങ്ങൾ നമ്മളൊരു അന്യനെ പോലെ കാണുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള സാധനം. അതിപ്പോ എന്റേത് നിന്റേത് മറ്റവന്റേത് എന്നങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഫോർമാലിറ്റി ഒന്നും കാണിക്കും. സംസാരിക്കാൻ തന്നെ വെറുതെ പിഞ്ചു കയറി വേദനിപ്പിച്ചു നിങ്ങൾ. അങ്ങനെയല്ല നാളെ പറയുമ്പോ എല്ലാം പറയണോ? അതുകൊണ്ട് പറഞ്ഞ അല്ല ഞാൻ ഇനി അത് പറഞ്ഞു കുളിച്ചിട്ട് വരാം. നിന്നോടൊക്കെ അത് ഷിബുവിനോട് 2 പെക്കിന്റെ കാര്യം പറഞ്ഞു. ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് ഇയാള് ആകെ അലമ്പാക്കുന്ന. ഇയാൾക്ക് ഇതൊന്നും ഇപ്പൊ അയാൾ പറഞ്ഞു നീ എന്നോടത് പറയേണ്ട ആവശ്യമുണ്ടാ, നമ്മള് മറ്റേതല്ലേ മറിച്ചതല്ലേ ഇതൊക്കെ ചോദിക്കേണ്ടതുണ്ടാ. ഇയാൾ നന്നായി കൊണ്ടിട്ടാ. ഞാൻ നമ്മൾ വിചാരിച്ച പോലെയല്ല ഇയാൾ മാറി. ഈ നാട്ടിൽ പോയല്ല പണിയും കിട്ടിയ ഓരോരുത്തരെ ഓരോ സ്വഭാവം. നമ്മൾ ചിലപ്പോ വിചാരിച്ചത് തെറ്റായിരിക്കും. അങ്ങനെ ആളൊരു നീറ്റ് പാർട്ടി ആയിരിക്കും. ഇയാള് നന്നായിട്ടാ. ചിലപ്പോ നന്നായി കാണും, പറയാൻ പറ്റില്ല. നന്നായി പണ്ടത്തെ പോലെ എച്ചി സ്വഭാവം എടുക്കുന്നില്ലേ ഇപ്പൊ. അല്ലെങ്കിൽ ഇപ്പൊ അയാള് മറ്റേ ഷീറ്റും കൊണ്ട് വന്നേനില്ലേ പറഞ്ഞിട്ട് അതൊന്നുമില്ല. എല്ലാരും കൂടെ ഇരിക്കട്ടെ അത് സോൾവ് ചെയ്യുന്നു. നന്നായി സംഭവിച്ചാണ് ഒരു കാര്യം
നമ്മളങ്ങനെ ആരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഷിബു ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നമ്മൾ വെറുതെ ചിന്തിച്ച് കൂട്ടാൻ പാടില്ല. ഞാൻ പണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് അയാളെ കുറിച്ച് കുറെ കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ ശരിക്ക് വിഷമായി. ഇയാൾ നന്നായി. ഇത് എന്തുമാത്രം ബില്ലുകള്, എന്റെ ദൈവമേ, ഇത് ഒരെണ്ണം വെള്ളം, ഒരെണ്ണം കറണ്ട്, ഒരെണ്ണം ഇന്റർനെറ്റ്. തീർന്നില്ലേ? ഇനിയുണ്ടോ? അത് സുരേഷ്. ഓ ശരി. പിന്നെ ഞാൻ മറ്റേ ട്രാക്കർ അയച്ചിട്ടുണ്ട്. അയച്ചാ? ഞാൻ കണ്ടില്ല. എല്ലാം മെയിൽ അയച്ചിട്ടുണ്ട്. മറ്റേ ഈ മാസത്തിന് അതൊക്കെ തന്നെ. ശരി. 750.06 അല്ലേ? 750. 750.06. അപ്പൊ ഇത് എല്ലാം ഉണ്ടല്ലോ, സംഗതികളെല്ലാം ഉണ്ടല്ലോ. ഈ മാസത്തിന്റെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. വെള്ളം, വെളിച്ചം, ഫ്യൂവേജ്, മട്ടൺ, ചിക്കൻ, മദ്യം അതുണ്ട്. മദ്യം എന്ന് പറയുമ്പോ നമ്മളിവിടെ വാങ്ങിയത് നമ്മുടെ പാർട്ടിക്കൊക്കെ നമ്മള് മറ്റേ പണ്ട് കോമൺ ആയിട്ട് വാങ്ങിച്ചതാണ്. അതെ. ശരി. പിന്നെ അപ്പൊ നിങ്ങൾ അന്നെന്തോ പറഞ്ഞത് വോട്ട, അത് 2 പേർക്ക്. 2 പേർക്ക്. ഈ പെട്ടെന്ന് പറയുമ്പോൾ കുത്തി എത്ര ML വരും? 60 അല്ലേ? 2 പേരെന്ന് പറയുമ്പോൾ 120 രൂപ, 120 ML. അത്ര വരും. ഒരു ഫുള്ളെന്ന് പറയുന്നത് 750 ML. അത് സാധനത്തിന് വിലയുള്ള സാധനം വരുന്നത്. ഒരു 10 ഉണ്ടായിരുന്നു. 10 ഇല്ലായിരുന്നു. 10ന്റെ വാങ്ങിക്കാൻ നമ്മള് 6.89. ഞാൻ ഇപ്രാവശ്യം ചാപ്പസ്ഥാനത്തിന് കൂടി വാങ്ങിക്കുന്നത്. അപ്പൊ 750 ML 6.89. അപ്പൊ 1 ML എത്രയാവും? 6. കമ്പ്യൂട്ടർ പോലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ 6.89 ഡിവൈഡ് ബൈ 750 എന്ന് പറയുമ്പോഴത്തേക്ക് 90. അപ്പം $120 എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഞാൻ $1 27 സെന്റ്. $27. $1 അപ്പൊ അതെന്നാ നീ അതും കൂടെ ട്രാക്കറിലിട്ട് അയച്ചു തരാം കേട്ടാ. അപ്പൊ അപ്പൊ നിങ്ങൾ നേരത്തെ ഭയങ്കര സ്നേഹമാണ്. മറ്റേ ഇതിനൊക്കെ പറയണോ അളിയ എന്നൊക്കെ നേരത്തെ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് നിനക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നണമെങ്കിൽ നീ മടിക്കരുത്, നീ അടിച്ചോ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിന്റെ അടുത്ത് അടിക്കണമെന്ന് പറഞ്ഞില്ല. അല്ല, നീ വേറെ ഒന്നും ഒന്നുമില്ല. അപ്പൊ ശരി. അപ്പൊ എല്ലാ ബില്ലെല്ലാം ശരി. അപ്പൊ $1.27. ഭയങ്കര യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് അത് ഭയങ്കര ക്ഷീണം. പോയി കിടന്നു. ശരി. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്തൊക്കെയായിരുന്നു? ശുദ്ധനായി, നന്നായി, നാട്ടിൽ പോയി, മറ്റേതായി. ഷിബു പഴയ ഷിബു തന്നെ.